കണ്ടിരിക്കേണ്ട പടമാണ്. സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെയും ഹിറ്റായിരിക്കും. ഫൈറ്റും എല്ലാം ഉണ്ട്, സസ്പെൻസ് ഇമോഷൻസ് എല്ലാം ഉണ്ട്. ഒരു സൂപ്പർ സ്റ്റാറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആണല്ലോ, മാറിക്കൊണ്ടിരിക്കുന്നതെന്നല്ല, സൂപ്പർ സ്റ്റാർ ആണല്ലോ. അടിപൊളിയാണ്, ഭയങ്കര എൻഗേജിങ് ആണ്. സ്ക്രിപ്റ്റൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാ സീൻസും നമുക്കങ്ങനെ ബോറടിക്കാനുള്ള ടൈപ്പ് പടമല്ല, എന്നാലും അടിപൊളിയായിട്ടുണ്ട്. ചെയ്യുന്നത് എന്താ പറയുക, ഒരു ഹോളിവുഡ് ലെവലിൽ മേക്ക് ചെയ്ത സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി ഉണ്ട് ഈ പടത്തിൽ. എല്ലാവരും കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് എടുക്കാനായിട്ട്. അതിൻ്റെ റിസൾട്ട്സ് നിങ്ങൾക്ക് സ്ക്രീനിൽ പടം കാണാൻ പോകുമ്പോൾ ഈ പടത്തിൽ ചെറിയൊരു വേഷം എനിക്കും ചെയ്യാൻ പറ്റി. അതിലൊരുപാട് നന്ദി ദൈവത്തിനോടും ഇതിൻ്റെ ഡയറക്ടേഴ്സിനോടും എനിക്കുണ്ട്. പിന്നെ ഇത് ഒരു ആക്ഷൻ ത്രില്ലർ പടമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെ സീറ്റിൽ പിടിച്ചിരുത്തുന്ന ഒരു പടം തന്നെയാണ്. മേക്കിംഗ് ആയാലും മ്യൂസിക് ആയാലും ഡയറക്ഷൻ ആയാലും ആർട്ടായാലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു കുറവ് വരുത്താത്ത ഒരു പടമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുമ്പോൾ ഇഷ്ടപ്പെടും. എല്ലാവരും പോയി കാണുക. ആൻഡ് താങ്ക് യു സോ മച്ച്. ഫൈറ്റ് സീക്വൻസ് ഒക്കെ എങ്ങനെയാണ്? ഫൈറ്റ് സീക്വൻസ് ഒക്കെ വേറെ ലെവലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നമ്മളൊന്നും മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത ഒരു രീതിയിലുള്ള ഫൈറ്റ് സീക്വൻസ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ പറയുള്ള ഫൈനൽ ക്ലൈമാക്സ് ഒരു 30-45 മിനിറ്റ്സ് വേറെ ലെവൽ സംഭവമാണ്. നിങ്ങൾ കാണാം. ആദ്യമൊക്കെ എല്ലാം ഇതിനോട്ടുള്ള ബിൽഡപ്പാണ്. സോ അടിപൊളിയാണ്. താങ്ക് യു. ഒരു വൺ ടൈം വാച്ച് മൂവി. നമ്മൾ സാധാരണ ഒരു വൺ ടൈം വാച്ച് മൂവി നമ്മൾ സാധാരണ കണ്ടുവരുന്ന അന്വേഷണ കഥകളൊക്കെ ഇല്ലേ, അതുപോലെ തന്നെയാണ്. ഒരു സ്റ്റാൻഡേർഡ് മേക്കിംഗ് ആണ് പടം. കൊള്ളാം. ടോവിനോടെയൊക്കെ പെർഫോമൻസ് നല്ല അടിപൊളിയാണ്. ടോട്ടലി പറയുകയാണെങ്കിൽ ഒരു ഡിഫറൻ്റ് ഉണ്ട്. ഒരു അന്വേഷണപരമായിട്ട് ഒരു ഡിഫറൻ്റ് ആയിട്ടുണ്ട്. അതിൽ ബില്ലനും ഇതൊക്കെ നല്ല ക്യാരക്ടറാണ്. ടോവിനോടെ പെർഫോമൻസ് നല്ല അടിപൊളിയാണ്. ഒരു ആക്ഷൻ സീക്വൻസ് സൂപ്പറാണ്. 2-3 ഫൈറ്റ് ഉണ്ടെങ്കിലും ഫൈറ്റൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. പിന്നെ പറഞ്ഞാൽ ഒരു 2025 നമുക്കൊരു ആദ്യം ഒരു ഹിറ്റ് പ്രതീക്ഷിക്കാം എന്ന് വിചാരിക്കുന്നു. വേറെ പ്രത്യേകിച്ച് വലിയ പടങ്ങളോ റിലീസ് ഇല്ലാത്തതുകൊണ്ട് ഒരു ഹിറ്റാവും, അത്രയാണ്. ഒരു സാധാരണ ലെവലിലുള്ളത് കണ്ടിരിക്കാം. ഒരു വൺ ടൈം വാച്ച്. പിന്നെ 2025 ആദ്യ എക്സ്പീരിയൻസ് ആണ് ടോവിനോയുടെ ഐഡൻറ്റിറ്റി. പടം ടെക്നിക്കലി ബ്രില്യൻ്റ് ആണ്. നമ്മളിതുവരെ അങ്ങനെ മലയാള സിനിമയിൽ കണ്ടില്ലാത്ത ഒരു സംഭവമാണ് നമ്മുടെ ഈ ഫേസ് ഐഡൻറ്റിറ്റി, അങ്ങനെയുള്ള കോസ്റ്റ്യൂം നോക്കിയിട്ട് ആളെ മനസ്സിലാക്കുന്ന അങ്ങനത്തെ ചില ടെക്നിക്സ്. അപ്പോൾ നമ്മുടെ ഫോറൻസിക് മൂവിയിൽ ആളെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആ രംഗങ്ങൾ കാണിച്ചാൽ ഇതിൽ വേറൊരു രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ പിന്നെ ടോവിനോയുടെ ഗെറ്റപ്പും ടെക്നിക്കലി പടം അടിപൊളിയാണ്. ഫേസ് റെക്കഗ്നിഷൻ എന്നുള്ള ആ ഒരു സംഭവത്തിൽ നിന്നിട്ട് പിന്നെ ഒരു ക്രൈം ചെയ്യുന്ന ആൾക്കാരിലേക്ക് എത്തിപ്പെടുന്ന ആ ഒരു സ്റ്റോറിയാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഒരു ഫ്ലാറ്റിൽ നടക്കുന്ന ഈ സസ്പെക്റ്റും ഈ വിറ്റ്നസ്സും ആ ഒരു തമ്മിലുള്ള ഒരു സീനുകളും ആ ഒരു ടെൻഷൻ ബിൽഡിങ്ങാണ് ഫസ്റ്റ് ഹാഫിലുണ്ടായിരുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴൊരു വേറൊരു ക്യാൻവാസിലേക്ക് പടം മാറി. നമ്മൾ ഫ്ലൈറ്റിലുള്ള രംഗങ്ങളും അങ്ങനെയുള്ള കൂടുതൽ രംഗങ്ങൾ ഫ്ലൈറ്റിലേക്കുള്ളതാണ്. അത് കൂടുതൽ പറഞ്ഞാൽ പടത്തിൻ്റെ സ്പോയിലറായി പോകും. അപ്പോൾ ആ രംഗങ്ങളൊക്കെ കംപ്ലീറ്റ്ലി അവർ ചെയ്തിരിക്കുന്ന ആ സെറ്റും അതൊക്കെ ഗംഭീര സെറ്റപ്പാണ്. ഫ്ലൈറ്റിനകത്തുള്ള ഫൈറ്റ് രംഗങ്ങളുണ്ട്, അതൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പടത്തിന് ആ ഒരു ഫേസ് റെക്കഗ്നിഷൻ അങ്ങനെ ഒരു കൺഫ്യൂഷൻ നമ്മളിലേക്ക് തരുമ്പോൾ പടത്തിന് അതൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ആ കൺഫ്യൂഷൻ നമുക്കൊരു കൺഫ്യൂഷനാണ്. ഇത് ആരാണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ. ചില സീനുകൾ അങ്ങനെ നമുക്കൊരു കണക്ഷൻ മിസ്സിങ് പോലെ തോന്നി എന്നുള്ളതുകൊണ്ട് ഒരു ഗംഭീര അനുഭവം എന്ന് പറയാനില്ല. പക്ഷേ ഒരു ആവറേജ് അനുഭവം തരുന്ന ഒരു സിനിമയായിരുന്നു ഐഡൻറ്റിറ്റി.